ഗുരവേ ഗൗരചന്ദ്രായ രാധികായ തദാലയെ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ശ്ലോകം ഭഗവത്ഗീതയിലെ 3-ാമത്തെ അധ്യായത്തിലെ 9-ാമത്തെ ശ്ലോകം. ശ്ലോകം ഞാൻ വായിക്കാം ഒരു പ്രാവശ്യം. അതിനുശേഷം 3 ഭക്തർക്ക് ശ്ലോകം റിസൈറ്റ് ചെയ്യാം, ശ്ലോകം ചൊല്ലാം. അതിനുശേഷം 4-ാമത്തെ ഭക്തർ, 4-ാമത്തെ ഡിവോട്ടി അതിൻ്റെ വിവർത്തനവും ഭാവാർത്ഥവും വായിക്കുക. ഓക്കെ ഓക്കെ. ശ്ലോകം. യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധനഃ തദ് അർത്ഥം കർമ്മ കൗന്തേയ മുക്തസംഗഃ സമാചര. യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധനഃ തദർത്ഥം കർമ്മ കൗന്തേയ മുക്തസംഗഃ സമാചര. യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധനഃ തദർത്ഥം കർമ്മ കൗന്തേയ മുക്തസംഗഃ സമാചര. ഓക്കെ. ആരെങ്കിലും 3 പേര്? ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അധ്യായം 9. യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകായം കർമ്മബന്ധനാഃ തദർത്ഥം കർമ്മ കൗന്ദേയ മുക്തസംഗഃ സമാചര. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യജ്ഞാർത്ഥാത് കർമ്മണോ അന്യത്ര ലോകോയം കർമ്മബന്ധനഃ തദർത്ഥം കർമ്മ കൗന്ദേയ മുക്തസംഗഃ സമാചര. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധനഃ തദർത്ഥം കർമ്മ കൗന്ദേയ മുക്തസംഗഃ സമാചരഃ. ഹരേ കൃഷ്ണ. താങ്ക് യു. യെസ്. വേറെ ആരെങ്കിലും ശ്ലോകം ചൊല്ലാൻ ആഗ്രഹമുണ്ടെങ്കിൽ മുന്നോട്ട് വന്നോളൂ. യജ്ഞാൽ കർമാർത്ഥ കർമ്മണോന്യത്ര ലോകായം കർമ്മബന്ധനഃ തദർത്ഥം കർമ്മ കൗന്ദേയ മുക്തസംഗഃ സമാചരഃ. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച്. വിദ്യ മാതാജി വായിച്ചോളൂ. അതിനുശേഷം സോജി മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. യെസ്, ചൊല്ലിക്കോളൂ. വായിക്കാം. ശ്ലോകം ചൊല്ലിക്കോളൂ. യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധനഃ തദർത്ഥം കർമ്മ കൗന്ദേയ മുക്തസംഗഃ സമാചര. വെരി ഗുഡ്. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. സോജി മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ശ്ലോകം വായിച്ചോളൂ. ശ്യാമള മാതാജി അത് ഹരേ കഴിഞ്ഞിട്ട്. കൃഷ്ണ. യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധന തദർത്ഥം കർമ്മ കൗന്ദേയ മുക്തസംഗഃ സമാചര. ഓക്കെ, വെരി ഗുഡ്. ഹരേ കൃഷ്ണ. താങ്ക് യു. ശ്യാമള മാതാജി വായിക്കൂ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധനഃ തദർത്ഥം കർമ്മ കൗന്ദേയ മുക്തസംഗഃ സമാചര. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഓക്കെ. ആരെങ്കിലും വേറെ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ പറയൂ. പ്രഭു ചൊല്ലൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോ അയം കർമ്മബന്ധനഃ തദർത്ഥം കർമ്മ കൗന്ദേയ മുക്തസംഗഃ സമാചര. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. നന്നായി പ്രഭു. താങ്ക് യു. ഹരേ കൃഷ്ണ പ്രഭു. യജ്ഞാർത്ഥോന്യത്ര ലോകോയം കർമ്മബന്ധന തദർത്ഥം കർമ്മ കൗന്ദേയ മുക്തസംഗഃ സമാചര. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. യജ്ഞാർത്ഥോന്യത്ര ലോകോയം കർമ്മബന്ധനഃ തദർത്ഥം കർമ്മ കൗന്ദേയ മുക്തസംഗഃ സമാചര. വെരി ഗുഡ്. താങ്ക് യു. ഹരേ കൃഷ്ണ. ഓക്കെ. ഇനി വിവർത്തനം ഭാവാർത്ഥം ആര് വായിക്കുന്നു? ഷോജി മാതാജി വായിക്കുന്നു. ഹരേ കൃഷ്ണ പ്രഭു. റോഷി മാതാജി ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യൂ. ഷോജി മാതാജിയുടെ യഥാരൂപം ഉണ്ടോ? യഥാരൂപമുണ്ട് പ്രഭുജി. വായിച്ചോളൂ. വിവർത്തനം വായിക്കുക. വിവർത്തനം.
അതിനുശേഷം ഭാവാർത്ഥം. കർമ്മം വിഷ്ണുവിനായുള്ള യജ്ഞമെന്ന നിലയിൽ അനുഷ്ഠിക്കേണ്ടതാണ്. അല്ലെങ്കിൽ അത് മനുഷ്യനെ ഭൗതിക ലോകത്തോട് കൂടുതൽ ബന്ധിക്കുകയുള്ളൂ. കുന്തിപുത്ര, നിന്റെ നിർദ്ദിഷ്ട കർമ്മങ്ങളെ ഭഗവാന്റെ സംതൃപ്തിക്കായി നിർവഹിക്കൂ. അങ്ങനെ ചെയ്താൽ നിനക്ക് എന്നെന്നും ബന്ധമുക്തനായിരിക്കാം. ഹരേ കൃഷ്ണ. ഓക്കെ, ഇനി അതിന്റെ ഭാവാർത്ഥം കൂടെ വായിക്കാവോ? ഹരേ കൃഷ്ണ. ഒരു പാരഗ്രാഫ് മാതാജി വായിക്കൂ, അടുത്ത പാരഗ്രാഫ് ഗീത മാതാജി വായിക്കും. ഓക്കെ, യെസ്. ഓക്കെ. ശരീരത്തെ നിലനിർത്തുന്നതിനു പോലും കർമ്മം കൂടിയേ കഴിയൂ എന്നതുകൊണ്ടാണ് ഓരോരുത്തരുടെയും സാമൂഹ്യമായ സ്ഥിതിയും ഗുണവും അനുസരിച്ച് അതാത് കർമ്മങ്ങൾ വിധിക്കപ്പെട്ടത്. യജ്ഞമെന്നാൽ വിഷ്ണു ഭഗവാൻ അല്ലെങ്കിൽ യാഗാനുഷ്ഠാനം എന്നർത്ഥം. എല്ലാം യജ്ഞചരണങ്ങളും ശ്രീ വിഷ്ണുവിന്റെ സംതൃപ്തിക്കു വേണ്ടിയാണ്. യജ്ഞോ വൈ വിഷ്ണു എന്ന വേദോക്തി വിധത്തിൽ പറഞ്ഞാൽ വിധിക്കപ്പെട്ട യജ്ഞങ്ങൾ അനുഷ്ഠിച്ചാലും നേരിട്ട് വിഷ്ണുവിനെ പൂജിച്ചാലും ഒരേ ഫലം തന്നെയാണ് സിദ്ധിക്കുന്നത്. അതുകൊണ്ട് ഈ ശ്ലോകം ഘോഷിക്കുന്നതുപോലെ കർണാവബോധം യജ്ഞാനുഷ്ഠാനവുമാണ്. വർണ്ണാശ്രമധർമ്മ വ്യവസ്ഥയുടെ ലക്ഷ്യവും വിഷ്ണുവിനെ തൃപ്തിപ്പെടുത്തലാണ്. വർണ്ണാശ്രമാചാരവത പുരുഷേണ പരപുമാൻ വിഷ്ണു രാരാധ്യതേ എന്ന് പ്രമാണം. വിഷ്ണു. അടുത്ത പാരഗ്രാഫ് ഗീത മാതാജി വായിക്കട്ടെ. സോജി മാതാജി, താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ പ്രഭുജി. വിഷ്ണുപ്രീതിക്ക് വേണ്ടിയാണ് മനുഷ്യൻ കർമ്മം ചെയ്യേണ്ടത്. മറ്റു വിധത്തിലുള്ള ഏതു പ്രവൃത്തിയും ഭൗതിക ലോകത്തിൽ ബദ്ധകാരണമായി തീരും. എന്തുകൊണ്ടെന്നാൽ പാപകർമ്മത്തിനും പുണ്യകർമ്മത്തിനുമുണ്ട് പ്രതികരണങ്ങൾ. ഏതുതരം പ്രതികരണവും കർത്താവിനെ ബന്ധനത്തിൽപ്പെടുത്തുകയും ചെയ്യും. അതിനാൽ കൃഷ്ണപ്രീതിക്കായിക്കൊണ്ട് അല്ലെങ്കിൽ വിഷ്ണു പ്രീതിക്കായിക്കൊണ്ട് കൃഷ്ണാവബോധത്തോടെ വേണം ഏതു കർമ്മവും നിർവഹിക്കാൻ. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആൾ മുക്താവസ്ഥയിലാണ്. ഇതാണ് കർമ്മം ചെയ്യുന്നതിന്റെ ഉത്കൃഷ്ടമായ കല. തുടക്കത്തിൽ ഈ പദ്ധതിക്ക് വിദഗ്ധമായൊരു ശിക്ഷണം ആവശ്യമാണ്. നല്ലൊരു കൃഷ്ണഭക്തന്റെ വിദഗ്ധ ശിക്ഷണത്തിന് കീഴിലോ അല്ലെങ്കിൽ അർജുനന് ലഭിച്ച പോലെ ഭഗവാന്റെ നേരിട്ടുള്ള ഉപദേശം വഴിക്കോ ജാഗ്രതയോടെ പരിശീലിക്കേണ്ടതാണ് ഇത്. ഏതൊരു പ്രവൃത്തിയും ഇന്ദ്രിയ സുഖ പൂർത്തിക്കായല്ല കൃഷ്ണപ്രീതിക്കായി കൊണ്ടാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നാൽ കർമ്മഫലങ്ങളിൽ നിന്ന് മുക്തി നേടാമെന്ന് മാത്രമല്ല, ക്രമേണ ദിവ്യ പ്രേമാത്മകമായ ഭഗവത് സേവനത്തിലേക്ക് താനെ ഉയരുകയും ചെയ്യാം. അതുകൊണ്ട് മാത്രമേ മനുഷ്യന് ദൈവസാമ്രാജ്യം പോകാൻ കഴിയൂ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച്. വായിച്ച എല്ലാവർക്കും, ശ്ലോകം ചൊല്ലിയ എല്ലാവർക്കും നന്ദി. വളരെ നല്ല കാര്യം. യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധനഃ. യജ്ഞാർത്ഥാത് ഭഗവാൻ ഇവിടെ പറയുന്നു അർജുനനോട്. അതായത് ഈ ചെയ്യുന്ന യജ്ഞങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഏതൊരു ക്ലാസ്സിൽ നമ്മൾ യജ്ഞശിഷ്ടാശിന സന്തോ ആ ശ്ലോകത്തിൽ നമ്മൾ പഠിച്ചു. യജ്ഞം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അഗ്നി മുമ്പിൽ വെച്ച് ഹോമം ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും അല്ലേ? അഗ്നിയിലേക്ക് നമ്മൾ ആഹൂതി കൊടുക്കുന്നതൊക്കെ അതൊരു യജ്ഞമാണ്. എന്നാൽ ഇവിടെ യജ്ഞം എന്ന് ഉദ്ദേശിക്കുന്നത് അത് മാത്രമല്ല. നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മവും, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും അത് യജ്ഞമാണ്. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? സ്വാധ്യായ അല്ലെങ്കിൽ ശാസ്ത്രം പഠിക്കുന്നു, അല്ലെങ്കിൽ ശ്രവണമാണ് നമ്മൾ ചെയ്യുന്നത്. ശ്രവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെക്കുറിച്ച് ശ്രവിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ? നമ്മൾ ഇതിനെ വിളിക്കുന്നത് ശ്രവണയജ്ഞം എന്ന് വിളിക്കാം. ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഭഗവാനെ സ്തുതിക്കുന്നു, അല്ലെങ്കിൽ ഭഗവത്ഗീത പറയുന്നു. ഞാൻ ചെയ്യുന്നത് കീർത്തന യജ്ഞമാണ്. ഞാൻ ഭഗവാനെ കീർത്തിക്കുന്നു. ഇനി നമ്മൾ നാമം ജപിക്കുകയാണെങ്കിൽ അത് ജപയജ്ഞമാണ്. അതും യജ്ഞം. ജപയജ്ഞം, കീർത്തനം അതും ഒരു യജ്ഞമാണ്. കേൾക്കുന്നതും ഒരു യജ്ഞമാണ്. പഠിക്കുന്നതും, ശാസ്ത്രം പഠിക്കുന്നതും ഒരു യജ്ഞമാണ്. ഇതെല്ലാം യജ്ഞം തന്നെയാണ്. എന്നാൽ ഇവിടെ പറയുന്നു യജ്ഞാർത്ഥാത്. അതായത് ഈ യജ്ഞം ചെയ്യുന്നതിന് അതിൻ്റെ പുറകിൽ ഒരു അർത്ഥമുണ്ട്. അല്ലെങ്കിൽ അത് ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. യജ്ഞാർത്ഥാത് ഉദ്ദേശിക്കുന്നത് യജ്ഞപുരുഷന് വേണ്ടി മാത്രം. യജ്ഞപുരുഷൻ ആരാണ്? ഭഗവാനാണ്.
ശാസ്ത്രങ്ങൾ അത് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. യജ്ഞപുരുഷൻ, അതായത് ഏത് യജ്ഞത്തിൻ്റെയും ഭോക്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആർക്ക് വേണ്ടിയിട്ടാണോ ചെയ്യേണ്ടത് ആ വ്യക്തി എന്ന് പറയുന്നത് ഭഗവാൻ കൃഷ്ണനാണ്, അല്ലെങ്കിൽ വിഷ്ണുവാണ്, നാരായണനാണ്, എല്ലാം ഒന്ന് തന്നെ. ഇവർ 3 പേരും ഒരേ തത്വം തന്നെയാണ് അല്ലേ. അപ്പോൾ ഇതാണ് പറയുന്നത് യജ്ഞാർത്ഥർ. ആ യജ്ഞപുരുഷന് വേണ്ടിയിട്ടായിരിക്കണം കർമ്മണോന്യത്ര, നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മവും യജ്ഞപുരുഷൻ്റെ പ്രീതിക്കായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സന്തോഷത്തിനായി ആയിരിക്കണം നമ്മൾ ചെയ്യുന്നത്. ഇനി അല്ലെങ്കിലോ അന്യത്ര കർമ്മണോ അന്യത്ര എന്ന് പറഞ്ഞാൽ അല്ലെങ്കിലോ ഭഗവാന് വേണ്ടിയിട്ടല്ല നമ്മളത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഭഗവാന് സമർപ്പിച്ചുകൊണ്ടല്ല നമ്മൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിലോ അന്യത്ര എന്ത് സംഭവിക്കുന്നു? അതാണ് പറയുന്നത് ലോകോയം കർമ്മബന്ധന, കർമ്മബന്ധനങ്ങളിൽ നമ്മൾ പെട്ടുപോകുന്നു. കർമ്മബന്ധനം എന്ന് പറഞ്ഞാൽ എന്താണ്? ചെയ്യുന്ന കർമ്മത്തിന് ഒരു റിയാക്ഷനുണ്ട്. നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിനും ഒരു റിയാക്ഷനുണ്ട്. എല്ലാത്തിനും റിയാക്ഷനുണ്ട്. നമ്മൾ പറയുന്ന കാര്യമാവട്ടെ, പറയുന്നത് ശരിയല്ലെങ്കിൽ അതിന് റിയാക്ഷനുണ്ട്. ചെയ്യുന്ന കാര്യം ശരിയാണെങ്കിലും ശരിയല്ലെങ്കിലും റിയാക്ഷനുണ്ട്. എല്ലാത്തിനും ഒരു റിയാക്ഷനുണ്ട്. അതായത് തിരിച്ച് കർമ്മം എന്ന് പറയുന്നത്, കർമ്മം 2 തരത്തിലാണ്. ഒന്ന് കർമ്മം ചെയ്യുന്നതിനെ കർമ്മം എന്ന് പറയും, അതിൻ്റെ റിയാക്ഷനെയും കർമ്മം എന്ന് പറയും ചില കോണ്ടെക്സ്റ്റിൽ. അപ്പോൾ കർമ്മം എന്നുള്ള വാക്ക് 2 രീതിയിൽ നമ്മൾ കാണണം. ചെയ്യുന്ന ആക്ടിവിറ്റിയെ, ചെയ്യുന്ന കാര്യത്തെ കർമ്മം എന്ന് ഇടയ്ക്ക് വിളിക്കും. ചില സാഹചര്യങ്ങളിൽ, ചില ശ്ലോകങ്ങളിൽ നമുക്കങ്ങനെ കാണാം. അതേപോലെ അതിന് വരുന്ന റിയാക്ഷനെയും കർമ്മം എന്ന് പറയും. നമ്മൾ പറയല്ലോ ഇത് എൻ്റെ കർമ്മഫലമാണ് എന്ന് പറയും അല്ലേ. അതെന്താണ്? റിയാക്ഷനാണ്. കർമ്മഫലം എന്ന് ഉദ്ദേശിക്കുന്നത് റിയാക്ഷൻ, അതായത് ചെയ്ത കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കുക എന്ന് പറയും. സോ അതാണ്. അപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ ഭഗവാന് സമർപ്പിച്ച് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു എന്നാണ് ഭഗവാൻ തന്നെ പറയുന്നതാണ്. കർമ്മബന്ധന. ഈ ലോകത്ത്, ഈ ഭൗതിക ലോകത്തിലെ പ്രശ്നമാണത്. ഈ ഭൗതിക ലോകത്തിലാണ് നമ്മളിരിക്കുന്നത്. ലോകോയം, ഈ ലോകത്തിലിരിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ഭഗവാന് സമർപ്പിക്കാതെയാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് കർമ്മബന്ധനത്തിന് കാരണമാവും എന്നാണ് ഭഗവാൻ പറയുന്നത്. നമ്മളിത് അറിയുന്നില്ല, നമുക്കറിയില്ല, അല്ലെങ്കിൽ അറിഞ്ഞിരുന്നില്ല ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്നുള്ളത്. അങ്ങനെ കർമ്മബന്ധനത്തിൽ പെട്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. കാര്യം നമ്മൾ ഭഗവാൻ നമ്മുടെ പിക്ചറിലില്ല. നമ്മുടെ മുമ്പിലുള്ളത് നമ്മുടെ വീട്ടിലെ ആളുകളും നമ്മുടെ കൂട്ടുകാരും വേണ്ടപ്പെട്ട ആൾക്കാരും ഒക്കെയാണ്. പിന്നെ നമ്മൾ എന്ത് കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. ആ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ സന്തോഷത്തിന്, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലെ സന്തോഷത്തിന്, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കും മക്കൾക്ക് വേണ്ടിയിട്ട്, ഭാര്യയ്ക്ക് ഭർത്താവിന്, അങ്ങനെ ഇങ്ങനെ, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ്, റിലേഷൻഷിപ്സ് എല്ലാം എൻ്റേതോ 2 കാര്യങ്ങളാണ് വരുന്നത് ഇതിൽ. ഒന്ന് എനിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എൻ്റേതോ. നമ്മൾ ഇംഗ്ലീഷിൽ പറയും മൈ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മീ എന്ന് പറഞ്ഞാൽ ഞാൻ. മൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എൻ്റെ എന്നാണ്. ഞാനും, അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ടും, അല്ലെങ്കിൽ എൻ്റെ സ്വന്തം ഒരു ഇന്ദ്രിയ സുഖത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നു പല കാര്യങ്ങളും. അതേപോലെ തന്നെ എൻ്റെ ചുറ്റും എനിക്ക് പ്രിയപ്പെട്ട കുറേ ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതും ഒരു തരത്തിലെ ഒരു ഇന്ദ്രിയ സുഖം എനിക്കും ഉണ്ടാകുന്നുണ്ട് അല്ലേ. ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്ക്, സ്വന്തം കുട്ടികൾക്ക് നല്ലതെന്തെങ്കിലും വന്ന് വരുമ്പോൾ നമുക്ക് സന്തോഷമാണ്. കൂടുതൽ നല്ല മാർക്ക് കിട്ടി, സ്കൂളിൽ സന്തോഷമായി. കാര്യം എന്താണ്? അത് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കും സുഖം തരുന്നുണ്ട്. മറ്റുള്ളവർക്ക് നല്ലതുണ്ടാകുമ്പോൾ എങ്ങനെ? നമ്മുടെ അത്രയും ക്ലോസ് ആയിട്ടുള്ള സർക്കിളിൽ അല്ലേ. അതാണ്. പക്ഷെ ഇതെല്ലാം അതേപോലെ തന്നെ വിഷമം വരുമ്പോഴും അങ്ങനെയാണ്. ചിലപ്പോൾ അവർക്ക് വരുന്നത് നമ്മളെയും ബാധിക്കും, ബിക്കോസ് ആ കണക്ഷൻ ഉള്ളത് കൊണ്ട്. ഇതാണ്. പക്ഷെ ഇതെല്ലാം ഈ പറയുന്ന ഇതെല്ലാം കണക്റ്റഡ് ആയതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൽ നമ്മുടെ ഒരു സ്വാർത്ഥതയുണ്ട്. കാര്യം നമ്മുടെ ഇന്ദ്രിയ സുഖഭോഗമുണ്ട് ഇതിൽ. നമ്മുടെ ഇന്ദ്രിയങ്ങൾ പല രീതിയിൽ, ഒന്ന് നമ്മുടെ സ്വന്തം ഇന്ദ്രിയങ്ങൾക്ക് നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ ആ സാറ്റിസ്ഫാക്ഷൻ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് കിട്ടുന്നത്, വേറെ ആൾക്ക് കിട്ടുന്നില്ല. വേറെ അവർക്ക് ആ സുഖം അറിയണമെങ്കിൽ അവർ ഭക്ഷണം കഴിക്കണം അല്ലേ. നേരെ മറിച്ച് നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ നല്ല മകൻ അല്ലെങ്കിൽ മകൾ സ്കൂളിൽ നല്ല മാർക്ക് കിട്ടി വരുമ്പോൾ അപ്പോഴും നമുക്ക് സന്തോഷമായി, നമുക്ക് മനസ്സ് നിറഞ്ഞു അല്ലേ. അപ്പോഴും നമ്മുടെ ഇന്ദ്രിയം, മനസ്സ് ഒരു ഇന്ദ്രിയമാണ്, മനസ്സ് ഹാപ്പിയായി.
അത് നമ്മൾ പോയി സ്കൂളിൽ പോയി പരീക്ഷ എഴുതിയിട്ടല്ല നമുക്ക് സന്തോഷമായത്. വേറെ നമ്മുടെ വളരെ പ്രിയപ്പെട്ട ഒരാൾ ചെയ്യുമ്പോഴും നമുക്ക് സന്തോഷം കിട്ടുന്നു. അപ്പോൾ ഇതെല്ലാം ചുരുക്കത്തിൽ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഇതെല്ലാം ഇന്ദ്രിയ സുഖമാണ്. നമുക്ക് സ്വന്തമായിട്ട് കിട്ടുന്നതോ വേറൊരാൾ കൊണ്ടുവരുന്ന സുഖമാണെങ്കിലും രണ്ടും ഇതെല്ലാം പ്രശ്നമാണ്. കാര്യം ഇതെല്ലാം കർമ്മബന്ധനത്തിന് കാരണമാവും. നമ്മൾ അത് വേണ്ട രീതിയിൽ ഭഗവാനെ സമർപ്പിച്ച് ചെയ്തില്ലെങ്കിൽ ഇതാണ് പ്രശ്നം. ഇത് നമുക്കറിയില്ല. ഇതറിയാത്തത് കൊണ്ടാണ് നമ്മൾ ഇന്നും ഇപ്പോഴും ഇവിടെ ഈ ലോകത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോഴെങ്കിലും കണ്ണു തുറക്കാനാണ് ഭഗവാൻ നമുക്ക് വേണ്ടി വഴി തന്നിട്ടുള്ളത്. ഈ കൃഷ്ണ കഥാമൃതം സത്സംഗത്തിലൂടെ ഓരോരുത്തർക്കും, ഞാനടക്കം, നമ്മൾ ഓരോരുത്തരും എല്ലാവരും ഒരേ തോണിയിലിരിക്കുന്നവരാണ്. നമ്മളെല്ലാവർക്കും ഒരവസരം ഗുരുവായൂരപ്പൻ തന്നിട്ടുള്ളതാണ്. ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഭഗവാൻ പറയുന്നു എനിക്ക് സമർപ്പിച്ച് ചെയ്യുക. ഇല്ലെങ്കിൽ അത് കർമ്മബന്ധനത്തിന് കാരണമാവും. കർമ്മബന്ധനം പ്രശ്നമാണ്. എന്താണെന്നുള്ളത് നമുക്ക് മുന്നോട്ട് നോക്കാം. പിന്നെ അടുത്ത വരിയിൽ പറയുന്നു തദർത്ഥം കർമ്മ കൗന്ദേയ. തദർത്ഥം കർമ്മ കൗന്ദേയ. എന്നാൽ ഭഗവാൻ പറയുന്നു, അതായത് എനിക്ക് സമർപ്പിക്കാതെ ചെയ്യുമ്പോൾ അത് കർമ്മബന്ധനത്തിന് കാരണമാവും. അല്ലെങ്കിൽ യജ്ഞപുരുഷനായിട്ടുള്ള ഭഗവാന് സമർപ്പിക്കാതെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ, അന്യത്ര അല്ലാത്ത പക്ഷം ചെയ്യുമ്പോൾ അത് കർമ്മബന്ധനത്തിന് കാരണമാവും. ഇനി സമർപ്പിച്ച് ചെയ്യുകയാണെങ്കിലോ എന്തായിരിക്കും? ഭഗവാന് സന്തോഷമായി കഴിഞ്ഞാൽ കർമ്മത്തിൽ നിന്ന് മുക്തിയാണ് നമുക്ക് കിട്ടുന്നത്. മൂന്നാമത്തെ വരിയിൽ ഭഗവാൻ പറയുന്നതാണ്, അതുകൊണ്ട് കുന്തിപുത്ര, അതുകൊണ്ട് കൗന്ദേയ, തദർത്ഥം കർമ്മ കൗന്ദേയ മുക്തസംഘ സമാചാര. അതുകൊണ്ട് ഞാൻ നിന്നോട് പറയുന്നു, നീ നിൻ്റെ ജോലികൾ, നീ ചെയ്യുന്ന ജോലി എന്താണോ, നിൻ്റെ ഡ്യൂട്ടികൾ എന്താണോ, അത് നീ എനിക്ക് സമർപ്പിച്ചു ചെയ്യുക. തദർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ പറയുന്നു എനിക്ക്, അല്ലെങ്കിൽ ഭഗവാൻ നേരിട്ട് പറയുകയാണ്. ഭഗവാൻ ഇവിടെ പറയുന്നത് യജ്ഞപുരുഷൻ എന്നാണ് പറയുന്നത്. ആ യജ്ഞപുരുഷൻ ആ വ്യക്തി, യജ്ഞപുരുഷൻ ഭഗവാൻ തന്നെയാണ്. യജ്ഞപുരുഷൻ തന്നെയാണ് പറയുന്നത് ആ യജ്ഞപുരുഷനെ സമർപ്പിച്ച് ചെയ്യുമെന്ന്. ആ യജ്ഞപുരുഷൻ വേറെ ആരുമല്ല, അദ്ദേഹം തന്നെയാണ്. അത് നമുക്കറിയാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് തദർത്ഥം, ആ വ്യക്തിക്ക് വേണ്ടി. ഏത് വ്യക്തിക്ക് വേണ്ടി? യജ്ഞപുരുഷൻ. ആ വ്യക്തി ആരാണ്? കൃഷ്ണൻ തന്നെ. തദർത്ഥം, അദ്ദേഹത്തിന് വേണ്ടി ഭഗവാന് സമർപ്പിച്ച് കർമ്മങ്ങൾ ചെയ്യൂ ഓ കൗന്ദേയ. അങ്ങനെ നീ ചെയ്യുകയാണെങ്കിൽ എന്താണ് അതിൻ്റെ റിസൾട്ട്? മുക്തസംഘ സമാചര, എല്ലാ കർമ്മബന്ധനങ്ങളിൽ നിന്നും നിനക്ക് മുക്തി കിട്ടും എന്നാണ് പറയുന്നത്. കർമ്മബന്ധനം എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. നമ്മൾ മോശം കാര്യം ചെയ്താൽ മാത്രമല്ല കർമ്മബന്ധനം വരുന്നുള്ളൂ, നല്ലത് ചെയ്താലും കർമ്മബന്ധനമുണ്ട്. നല്ലതെന്ന് ഉദ്ദേശിക്കുന്നത് ഭഗവാൻ ഉണ്ടാവില്ല പിക്ചറിൽ. ഉദാഹരണത്തിന് പുണ്യം ചെയ്തു, അതായത് ദാഹിച്ചിരിക്കുന്ന ഒരാൾക്ക് വെള്ളം കൊണ്ടു കൊടുത്തു, അത് വലിയൊരു കാര്യമാണ്. ദാഹിച്ച് വെള്ളം കിട്ടാൻ വഴിയില്ലാതെ നിൽക്കുന്ന ഒരാൾ, എഴുന്നേറ്റ് നടക്കാൻ സാധിക്കുന്നില്ല, അവർക്ക് നമ്മൾ വെള്ളം കൊണ്ടു കൊടുത്തു, അതൊരു വലിയൊരു പുണ്യപ്രവർത്തനമാണ്, സംശയമില്ല. അതേപോലെ കഴിക്കാൻ വകയില്ലാത്ത പാവപ്പെട്ട ആൾ, ഭിക്ഷയ്ക്കിരിക്കുന്ന ഒരാൾക്ക് നമ്മൾ ഭക്ഷണം കൊടുത്തു, നല്ല കാര്യമാണ്, പുണ്യമാണ് അത് ചെയ്യുന്നത്, വളരെ നല്ല കാര്യമാണ്. ശരിയാണോ? എല്ലാവരും അംഗീകരിക്കുന്നുണ്ടോ? ശരിയാണ് അല്ലേ? അതേപോലെ അത്രയും സാമ്പത്തികമായിട്ട് തകർച്ച സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് എന്തെങ്കിലും സാമ്പത്തിക സഹായം നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, കുറച്ച് എന്തെങ്കിലും നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു, പുണ്യപ്രവർത്തനമാണ്, പുണ്യമാണ്, നല്ല കാര്യമാണ്. അതേപോലെ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്ക് കുറേ പൈസ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ആ പൈസ നമ്മൾ സാമൂഹ്യ ക്ഷേമത്തിന് വേണ്ടിയിട്ട് അനാഥാലയങ്ങൾക്ക് ദാനം കൊടുക്കുന്നു. അനാഥാലയങ്ങൾക്ക് നമ്മൾ അന്നദാനം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അതിനു വേണ്ടി, അല്ലെങ്കിൽ അനാഥാലയം കെട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അനാഥാലയത്തിലുള്ള ചിലവുകൾക്ക് വേണ്ടി പൈസ കൊടുക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലൊക്കെ എന്തെങ്കിലും പുതിയ ഹോസ്പിറ്റൽ, പ്രൈവറ്റ് ഹോസ്പിറ്റലല്ല, ഇതേപോലെ അനാഥാലയത്തിൽ അല്ലെങ്കിൽ പ്രായമായിട്ടുള്ള വൃദ്ധസദനത്തിലെ അന്തേവാസികൾക്കായിട്ടൊരു ഹോസ്പിറ്റൽ കെട്ടാനുള്ളൊരു എന്തെങ്കിലും പ്ലാൻ ഉണ്ടെന്ന് വയ്ക്കുക. ആരെങ്കിലും അതിന് മുൻകൈയെടുത്ത് മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ, ഉദാഹരണം പറയുകയാണ് ഇതൊക്കെ, അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് നമ്മുടെ പൈസയിൽ നിന്ന് എടുത്തു കൊടുക്കുന്നു, ധനസഹായം ചെയ്യുന്നു, നല്ല കാര്യമാണ്, പുണ്യപ്രവർത്തനമാണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നോക്കുവാണെങ്കിൽ പുണ്യമാണ് ചെയ്യുന്നത്, നല്ല കാര്യമാണ് ചെയ്യുന്നത്. എന്നാൽ ഈ കാര്യങ്ങൾ, നല്ല കാര്യങ്ങളും
നമ്മൾ ഭഗവാനെ ഓർക്കാതെ ഭഗവാനെ സമർപ്പിക്കാതെ ചെയ്യുകയാണെങ്കിൽ അതും കർമ്മബന്ധനത്തിന് കാരണമാവും. ഇതാണ് കാര്യം. അപ്പം നല്ല കാര്യം ചെയ്തതുകൊണ്ട് മാത്രം ആവുന്നില്ല. വിശക്കുന്ന ഒരാൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ട് മാത്രം ആവുന്നില്ല. കൊടുക്കുന്ന ഭക്ഷണം ഭഗവാന് സമർപ്പിച്ച, നേരത്തെ നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പഠിച്ച യജ്ഞശിഷ്ടാസ്യനോ ശന്തോ, കഴിക്കുന്ന ഭക്ഷണം ഭഗവാന് സമർപ്പിച്ച് ആ പ്രസാദം കഴിക്കുമെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ, പഠിച്ചു അല്ലേ. ആ പ്രസാദം, അങ്ങനെയുള്ള പ്രസാദമായിരിക്കണം അദ്ദേഹത്തിന് കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുക്കുവാണെങ്കിൽ ആ പുണ്യം കൊണ്ടുള്ള കർമ്മബന്ധനത്തിൽ നമ്മൾ പെടുന്നില്ല. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, ഈ പുണ്യത്തിൻ്റെ ക്രെഡിറ്റ് ഉണ്ട് നമുക്ക്. പുണ്യത്തിനൊരു ക്രെഡിറ്റ് ഉണ്ട്, ഒരു അക്കൗണ്ട് ഉണ്ട് നമുക്ക് ഓരോരുത്തർക്കും. 3 അക്കൗണ്ടാണുള്ളത്, 3 ബാങ്ക് അക്കൗണ്ട് ഉണ്ട് നമുക്ക്. ശരിക്കുള്ള ബാങ്കിലെ SBIയിലെയും കാനറ ബാങ്കിലെ അക്കൗണ്ടിനെ കുറിച്ച് തൽക്കാലം മറന്നുള്ളൂ. അതൊന്നുമല്ല നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് 3 വേറെ അക്കൗണ്ടിനെ കുറിച്ചാണ്. ഒന്ന് നമ്മുടെ പുണ്യത്തിൻ്റെ അക്കൗണ്ട്, 2 പാപത്തിൻ്റെ അക്കൗണ്ട്, 3 ഭക്തിയുടെ അക്കൗണ്ട്. ഓക്കെ, ഈ 3 അക്കൗണ്ട് നമുക്കുണ്ട്. അപ്പം നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും ചെയ്യുന്നത് എന്താണോ അതനുസരിച്ചിട്ട് ഈ അക്കൗണ്ടിലേക്കാണ് ക്രെഡിറ്റ് ആവുന്നത്, പൈസ പോകുന്നത്. ചെയ്യുന്നതിൻ്റെ ആ ഒരു മൂല്യം പോകുന്നത് ഈ 3 കാര്യങ്ങൾ ആയിരിക്കും. ചെയ്യുന്ന കാര്യം തെറ്റാണെങ്കിൽ പാപത്തിൻ്റെ അക്കൗണ്ടിലേക്കായിരിക്കും മൂല്യം പോകുന്നത്. പൈസ ഇടുന്ന പോലെയാണ് പാപത്തിൻ്റെ അക്കൗണ്ടിലേക്ക്. പുണ്യമാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, എന്തൊക്കെയാണ് പുണ്യം? നമ്മൾ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ, അനാഥാലയത്തിൽ പൈസ കൊടുക്കുന്നതും കഴിക്കാൻ വകയില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കുന്നതൊക്കെ. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ആ പുണ്യത്തിൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ കയറുന്നു. ഇനി ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന എന്ത് കാര്യമാവട്ടെ അത് ഭക്തിയുടെ അക്കൗണ്ടിൽ കയറുന്നു. അപ്പോൾ ഈ മൂന്നാമത്തെ പറഞ്ഞ ഭക്തിയുടെ അക്കൗണ്ട് അല്ലാതെ, ആ ഭക്തിയുടെ അക്കൗണ്ട് മാത്രമേ കർമ്മബന്ധനത്തിൽ നിന്ന് നമ്മളെ മുക്തനാക്കാൻ സാധിക്കുകയുള്ളൂ. മറ്റുള്ള രണ്ടും ആക്ച്വലി നമ്മളിവിടെ പിടിച്ചു നിർത്തും ഈ ഭൗതിക ലോകത്തിൽ. പുണ്യം ഉണ്ടായിട്ടും കാര്യമില്ല. കാര്യം പുണ്യം ഉണ്ടായാൽ കുറേ പുണ്യം നമ്മൾ ശേഖരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പുണ്യത്തിൻ്റെ അക്കൗണ്ട് കൂടി നോക്കിയ അപ്പോൾ എന്താ സംഭവിക്കുക? ശാസ്ത്രങ്ങൾ പറയുന്നു, ഒന്നില്ലെങ്കിൽ നമുക്ക് സ്വർഗ്ഗലോകത്തിലേക്ക് പോവാം, ഇന്ദ്രനും ചന്ദ്രൻ്റെയും ഒക്കെ അടുത്ത് പോയി. ഇനി ചിലപ്പോൾ ഒരുപക്ഷെ ഇന്ദ്രനാവാൻ പറ്റും നമുക്ക്, അല്ലെങ്കിൽ ചിലപ്പോൾ ചന്ദ്രനാവാം. കാര്യം ഇന്ദ്രൻ ചന്ദ്രനൊക്കെ പെർമനൻ്റ് ആയിട്ട് ഒരേ ആൾക്കാരല്ല, അതും ഓർക്കണം. അതൊക്കെ ഓരോ വ്യക്തികൾ, ഓരോ പോസ്റ്റുകളാണ്. അവർക്ക് അതിനുള്ള ക്വാളിഫിക്കേഷൻ കിട്ടുമ്പോൾ അവർ കുറേ കാലം ആ പോസ്റ്റിലിരിക്കുകയാണ്. ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെ പോലെ കുറേ വർഷങ്ങൾ, അതായത് മെച്യൂരിറ്റി, അതായത് അതിനുള്ള ക്വാളിഫിക്കേഷനോടുകൂടി ആ ഒരു പോസ്റ്റിലേക്ക് വന്നാൽ കുറേ കാലം അവർ ആ പോസ്റ്റിലിരിക്കും അല്ലേ. ആ പോസ്റ്റ് അത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അവർ റിട്ടയർ ആവേണ്ടി വരും, പിന്നെ അടുത്ത ആൾ വരും, അതേപോലെ യോഗ്യതയുള്ള ഒരാൾ വരും. ഇതേപോലെയാണ് ഇന്ദ്രനും ചന്ദ്രനും സൂര്യനും. ഇതെല്ലാം ഓരോ വ്യക്തികൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. സൂര്യൻ ചെയ്യുന്ന ജോലി സെയിം ആയിരിക്കും, ചന്ദ്രൻ്റെ ജോലിയും സെയിം ആയിരിക്കും, പക്ഷേ അതിനകത്ത് അതിനെ കൺട്രോൾ ചെയ്യുന്ന ആൾ മാറുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഈവൻ നമുക്ക് സൂര്യനാവാം, സൂര്യദേവനാവാം, ഈവൻ നമുക്ക് ചന്ദ്രനാവാം, ഇന്ദ്രനാവാം. കാര്യം ഇതെല്ലാം പോസ്റ്റുകളാണ്. ഈവൻ ബ്രഹ്മാവ് വരെ ഈ 33 മുക്കോടി ദേവന്മാർ എല്ലാവരും, മഹാദേവൻ ശിവൻ ഒഴിച്ച് ബാക്കി എല്ലാവരും, ശിവനും കൃഷ്ണനും വിഷ്ണു തത്വങ്ങളും ഒഴിച്ച് ബാക്കിയല്ല. ശിവൻ എന്ന് പറയുമ്പോൾ ശിവൻ്റെ ഭാര്യ പാർവതിയും കൂടെ അതിൽ പെടുന്നു കേട്ടോ. ഇനി അതിന് സംശയം വരേണ്ട ആവശ്യമില്ല. കാര്യം അത് വേറെ തത്വമാണ്, ഭഗവാന്റെ അനുജത്തിയാണ് പാർവതി ദേവി. അപ്പോൾ ആ ദേവി തത്വം, മായ ദേവി, അതൊരു നമുക്ക് ആ ഒരു പോസ്റ്റ് എടുക്കാൻ സാധിക്കില്ല. മായ ഭഗവാന്റെ ശക്തിയാണ്. ഓക്കെ, മറ്റുള്ളതൊക്കെ ഇവിടെ വെച്ച് നോക്കുവാണെങ്കിൽ, ദേവന്മാരിൽ വെച്ച് നോക്കുവാണെങ്കിൽ ഏറ്റവും വലിയ പോസ്റ്റ് ഉള്ളത് ആർക്കാ? ബ്രഹ്മാവനാണ്. അതായത് ശിവൻ, മഹാദേവൻ അതിന് മുകളിലാണ്, ബ്രഹ്മാവിനേക്കാൾ മുകളിലാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനം. മറ്റുള്ള നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ജീവജാലങ്ങളാണ്, നമ്മളെപ്പോലെ ജീവജാലങ്ങളാണ്. അതായത് ജീവജാലം എന്ന് ഉദ്ദേശിക്കുന്നത് ജീവതത്വം എന്ന് പറയും. ഭഗവാനെ ഭഗവത് തത്വം എന്ന് പറയുന്നു, വിഷ്ണു തത്വം എന്ന് പറയുന്നു. ഭഗവാൻ ശിവനെ ശിവതത്വം എന്ന് പറയുന്നു. ശിവതത്വം, ഭഗവാൻ ശിവൻ വരുന്നത് ഭഗവാൻ വിഷ്ണുവിൽ നിന്നാണ്, ഭഗവാൻ നാരായണനിൽ നിന്നാണ്. അതുകൊണ്ട് അദ്ദേഹം സ്പെഷ്യലാണ്. അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് നമുക്ക് എടുക്കാൻ സാധിക്കില്ല. നാളെ നമ്മൾ ശിവനാവണമെന്ന് ആഗ്രഹിച്ചാൽ ആവില്ല ഒരിക്കലും. ബ്രഹ്മാവാവണമെന്ന് ആഗ്രഹിച്ചാലും ഇന്ദ്രൻ ആവണമെന്ന് ആഗ്രഹിച്ചാലൊക്കെ ചിലപ്പോൾ നടന്നു വരും, ആയിട്ടും ഉണ്ടാവും. നമ്മൾ ഇതിനു മുമ്പ് ആയിട്ടുണ്ടാവും. ഇതുവരെ ആവാത്ത കാര്യമില്ല. കാര്യം നമ്മളിവിടെ കറങ്ങാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. നമ്മൾ
ഇവിടെ ഭഗവത്ഗീതയിൽ നമ്മൾ വേറൊരു ശ്ലോകത്തിൽ പഠിക്കും, ആ ബ്രഹ്മാൻ ഭുവനാൽ ലോകെ പുനരാവർത്തിനോ അർജുന. അതായത് ബ്രഹ്മാവിൻ്റെ ലോകം മുതൽ ബ്രഹ്മാവിൻ്റെ പോസ്റ്റും ഇന്ദ്രൻ്റെയും ചന്ദ്രൻ്റെയും പോസ്റ്റും അതേപോലെ തന്നെ ഉറുമ്പും ആയിട്ടുണ്ട് നമ്മൾ, അല്ലെങ്കിൽ കൃമിയും ആയിട്ടുണ്ട്. ഇതൊക്കെ ആയിട്ടുണ്ടാവും. ഇപ്പോൾ മനുഷ്യനായിട്ട് ഇരിക്കുന്നുണ്ടെന്ന് മാത്രം. സോ എല്ലാ പോസ്റ്റിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. ഇനിയും അത് കിട്ടാനും ചാൻസ് ഉണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ അനുസരിച്ച്. ഇപ്പോൾ ഒരുപാട് പുണ്യം ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ സ്വർഗ്ഗലോകങ്ങളിലേക്ക് പോകും. അവിടെ പോയി എൻജോയ് ചെയ്യാം. ഇപ്പോൾ ദേവലോകങ്ങളിൽ പോയിട്ട് അവിടെ കുറേ എൻജോയ്മെൻ്റാണ്. അവിടുത്തെ എൻജോയ്മെൻ്റ് എല്ലാം പക്ഷേ ഇന്ദ്രിയ സുഖഭോഗങ്ങളാണ്. അത് മനസ്സിലാക്കണം. അവിടെ പോയി കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല നമുക്ക് കിട്ടാൻ പോകുന്നത്. ഈ ഭൗതിക ലോകത്തിലെ എവിടെ പോയാലും, സ്വർഗ്ഗലോകം എന്ന് പറയുന്നത് ഈ ഭൗതിക ലോകത്തിനകത്ത് വരുന്നതാണ്. ഈ ഭൗതിക ലോകത്തിലെ ഏറ്റവും ഉയർന്ന ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏറ്റവും ഏറ്റവും എന്താ പറയുക, ആധ്യാത്മിക ലോകവുമായിട്ട് ഏറ്റവും അടുത്ത് ഇരിക്കുന്ന ലോകം എന്ന് പറഞ്ഞാൽ ബ്രഹ്മലോകമാണ്. ബ്രഹ്മാവ് ഇരിക്കുന്ന സ്ഥലം. അത് കഴിഞ്ഞാൽ അതായത് ഈ ഒരു പ്യൂരിറ്റി നോക്കുവാണെങ്കിൽ, ആൾക്കാരുടെ ആ ഒരു പ്യൂരിറ്റി നോക്കുവാണെങ്കിൽ ബ്രഹ്മലോകത്തിലിരിക്കുന്ന ആൾക്കാരാണ് ഭൗതിക ലോകത്തിൽ വെച്ച് ഏറ്റവും പ്യൂറായിട്ടുള്ളവർ. നമ്മളിരിക്കുന്നത് നടുക്കാണ്. അപ്പം നമ്മളെക്കാൾ മുകളിലുള്ള ആൾക്കാരാണ് സ്വർഗ്ഗലോകത്തിലുള്ള ദേവന്മാരൊക്കെ. അവർ നമ്മളെക്കാൾ പ്യൂരിറ്റി ഉള്ളവരാണ്. അതുകൊണ്ടാണ് അവർ അതിന് മുമ്പിലുള്ളത്. പ്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരുപാട് കുഴപ്പങ്ങളുണ്ട്, ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും ഉള്ളത് കൊണ്ടാണ് നമ്മൾ മർത്യലോകത്തിലിരിക്കുന്നത്. ദേവന്മാരുടെ പുണ്യത്തിൻ്റെ ക്രെഡിറ്റൊക്കെ കൂടുതലാണ്. അവരുടെ നല്ല ക്രെഡിറ്റ്സ് കൂടുതലായതുകൊണ്ടാണ് അവർ അങ്ങനെ ആ ഒരു പോസ്റ്റിലിരിക്കുന്നത് ബേസിക്കലി. സോ മുകളിലോട്ട് പോകുന്തോറും പ്യൂരിറ്റി കൂടിക്കൊണ്ടിരിക്കുന്നു, താഴോട്ട് പോകുന്നതോറും കുറയുന്നു വരുന്നു. അതായത് താഴെ ഇനി അത്തള, സുത്തള, തലാത്തള, മഹാതള, അങ്ങനെ പാതാള എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവും. അങ്ങനെ ലോകങ്ങളുണ്ട്, താഴെയുള്ള ലോകങ്ങളും ഉപരി ലോകങ്ങളും. അപ്പോൾ ഭഗവത്ഗീത പറയുന്നു, ആ ബ്രഹ്മ ഭുവനാൽ ലോകെ പുനരാവർത്തനം. അതായത് ബ്രഹ്മാവിൻ്റെ ലോകം വരെ പോയാലും ചിലപ്പോൾ നമ്മൾ തിരിച്ചു വരും ഇങ്ങോട്ടേക്ക്. പറയാൻ പറ്റില്ല. അതായത് ആ ഭഗവാന്റെ അടുത്തേക്ക് പോകാനുള്ള ആ ക്വാളിഫിക്കേഷൻ കിട്ടാത്തോടത്തോളം കാലം നമ്മളിവിടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ബ്രഹ്മാവിൻ്റെ ലോകം മുതൽ പാതാളം വരെ, ബ്രഹ്മാവിൻ്റെ ലോകം മുതൽ പാതാളം വരെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ജന്മജന്മാന്തരങ്ങളായിട്ട്. രക്ഷപ്പെട്ടിട്ടില്ല. കാര്യം എന്താണ്? സിമ്പിളാണ്. ഈ ശ്ലോകത്തിൽ പറയുന്ന കാര്യമാണ്. ഈ കാര്യം നമ്മൾ ഫോളോ ചെയ്യാത്തത് കൊണ്ട്, കാര്യം കർമ്മബന്ധനത്തിൽ പെട്ടിരിക്കുകയാണ്. ഈ കർമ്മബന്ധനങ്ങളിൽ നമുക്ക് മുക്തി നേടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ പറയുന്ന 3 കാര്യങ്ങളുണ്ടായിരുന്നു, 3 അക്കൗണ്ട് ഉണ്ടായിരുന്നു. പാപത്തിൻ്റെ അക്കൗണ്ട്, പുണ്യത്തിൻ്റെ അക്കൗണ്ട്, ഭക്തിയുടെ അക്കൗണ്ട്, അല്ലേ? അപ്പോൾ ഭക്തിയുടെ അക്കൗണ്ട് നമ്മൾ മറന്നിരിക്കുന്നു. അങ്ങനെ ഒരു സംഭവത്തിലേക്ക് കുറച്ച് ഭക്തിയുടെ ക്രെഡിറ്റ് കയറിയിട്ടുണ്ടാവും. പക്ഷെ പുണ്യത്തിൻ്റെയും പാപത്തിൻ്റെയും ക്രെഡിറ്റ് കൂടി വന്നിട്ട് ഭക്തിയുടെ ക്രെഡിറ്റ് താഴെ പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് രണ്ടുമാണ് കൂടുതലുള്ളത്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇപ്പോഴും ജനിക്കുന്നു മരിക്കുന്നു. ശരീരം മാറുന്നു, ഇപ്പോൾ മനുഷ്യനായിട്ടിരിക്കുന്നു, ഇനി നാളെ എന്താവും എന്നറിയില്ല, ഇന്നലെ എന്തായിരുന്നു എന്നറിയില്ല. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ ക്രെഡിറ്റ് ഈ പുണ്യത്തിൻ്റെയും പാപത്തിൻ്റെയും അക്കൗണ്ട് നമുക്ക് വേണ്ട. കാരണം ഇത് ഉള്ളിടത്തോളം കാലം നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. അത് ഇല്ലാതെ ഇതിനെ മാറ്റി നിർത്തിയിട്ട് ഭക്തിയുടെ അക്കൗണ്ടിലേക്ക് മാത്രം പൈസ ഇടാനാണ് പറയുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള മാർഗമാണ് ഭഗവാൻ പറയുന്നത്, എനിക്ക് സമർപ്പിച്ച് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ കർമ്മബന്ധനങ്ങൾ ഉണ്ടാവില്ല. അങ്ങനെ ആവുമ്പോഴാണ് മുക്തസംഗ സമാചര, എല്ലാവിധ കർമ്മബന്ധനങ്ങളിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കും. അതാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ ചെയ്ത കാര്യങ്ങളെല്ലാം ഭഗവാനെ സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഈവൻ നമ്മൾ ചെയ്യുന്ന വീട്ടിലെ കാര്യങ്ങളായിക്കോട്ടെ. നേരത്തെ നമ്മൾ പറഞ്ഞു, നമ്മൾ കഴിക്കണം. ഭക്ഷണം കഴിക്കാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല. അപ്പോൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ ഉണ്ടാക്കി ഭഗവാനെ സമർപ്പിച്ചു, പ്രസാദം കഴിക്കുന്നു, കാര്യം കഴിഞ്ഞു. അതിൽ കർമ്മബന്ധനം വരുന്നില്ല. നമ്മൾ ജോലിക്ക് പോകുന്നു, പൈസ ഉണ്ടാക്കുന്നു, ശരി, അതിലെ കുറച്ച് വരുമാനം എടുത്ത് നമ്മൾ ജീവിക്കുന്നു. നമ്മുടെ വീടിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അവിടെ ലീക്കായി, അവിടെ ചോരുന്നുണ്ട്, അവിടെ പ്ലംബിംഗ് പണി നടക്കുന്നുണ്ട്, ടാപ്പ് പൊട്ടി, ഗ്യാസിന് പൈസ കൊടുക്കണം, കറണ്ടും ഇലക്ട്രിസിറ്റിക്കും പൈസ കൊടുക്കണം, വെള്ളത്തിന് പൈസ കൊടുക്കണം, അല്ലേ? ഇതൊക്കെ നമ്മുടെ വീട്ടിൽ കുറേ ചിലവുണ്ട്. ഓക്കെ, ആ വീട് നമ്മൾ പ്രോപ്പറായിട്ട് അത് ചിലവാക്കിക്കോളൂ. പൈസ എത്രയാണ് വേണ്ടത് വെച്ചാൽ അതിന് വേണ്ടിയിട്ട് ചിലവാക്കാം. പക്ഷെ ബോധം നമുക്ക് വേണം, നമ്മളിരിക്കുന്നത് ഭഗവാന്റെ വീട്ടിലാണ്. ഈ വീട് ഭഗവാന്റേതാണ്. ഞാൻ ഇവിടുത്തെ വാടകക്കാരനാണ്. അത് സ്വന്തം വീടാണെന്ന് നമ്മൾ വിചാരിക്കുന്ന വീടാണെങ്കിൽ പോലും.
കോടികൾ ചിലവാക്കി താമസിക്കുന്ന, ചിലപ്പോൾ പണിതിട്ടുള്ള വീടായിരിക്കും. ഈ കോടികൾ എവിടെ നിന്ന് വന്നു? അദ്ദേഹമാണ് തന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കാരുണ്യമില്ലാതെ കോടികളും നമ്മുടെ കയ്യിൽ വരില്ലായിരുന്നു, അല്ലേ? അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നമ്മുടേതായിട്ട് ഒന്നുമില്ല. നമ്മളിവിടെ ടെമ്പററി വാടകക്കാരായിട്ടിരിക്കുന്ന ആൾക്കാരാണ്. നമ്മുടേതായിട്ടുള്ള ഒരു പൊസഷനും ഇല്ല. ആ ഒരു ബോധം നമുക്ക് വേണം എപ്പോഴും. അതുകൊണ്ട് ചെയ്യുന്നതെല്ലാം അദ്ദേഹത്തിന് സമർപ്പിക്കുക. അതിൻ്റെ അർത്ഥം സമർപ്പിക്കുമ്പോൾ നമുക്ക് നഷ്ടമൊന്നും സംഭവിക്കുന്നില്ല. ഇതാണ് ആൾക്കാർ പേടിക്കുന്നത്. നമുക്ക് നഷ്ടം സംഭവിക്കുന്നില്ല. ഭഗവാനുമായിട്ടുള്ളൊരു കണക്ഷൻ, ഭഗവാൻ എന്തെങ്കിലും സമർപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും നഷ്ടമാവുന്നില്ല. ആക്ച്വലി നഷ്ടമാവുന്നത് ഈ കർമ്മബന്ധനം മാത്രമേ ഉള്ളൂ. അത് നഷ്ടപ്പെടണം, അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും വിചാരിക്കും, ഭഗവാന് സമർപ്പിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ സാധാരണ എങ്ങനെയാണ്, നമ്മുടെ പോക്കറ്റിൽ നിന്ന് നമ്മൾ ഒരു 100 രൂപ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ 100 രൂപ പോയി, അല്ലേ? വേറെ എന്തെങ്കിലും കാര്യത്തിന് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ആ 100 രൂപ പോയി. ഇപ്പോൾ നമ്മൾ വിചാരിക്കും, എന്നാൽ ഭഗവാന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ 100 രൂപ, അല്ലെങ്കിൽ ഭഗവാനെ ഓർത്തുകൊണ്ട് ആ അവബോധത്തോട് കൂടിയിട്ട് അദ്ദേഹത്തിന് സമർപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ആ 100 രൂപ എന്തെങ്കിലും കാര്യത്തിനായിരിക്കും ചിലവാക്കുന്നത്. എന്നാൽ ആ ഒരു ഭഗവാനെ ഓർത്തുകൊണ്ട്, അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന കാര്യം സേവനമാണ് എന്നുള്ള ധാരണയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് കർമ്മബന്ധനത്തിൽ നിന്ന് മുക്തരാകാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് കർമ്മം വരുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് റിയാക്ഷൻ ഉണ്ടാവും. പിന്നെ ഭഗവാന് നമ്മൾ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്കൊന്നും നഷ്ടപ്പെടുന്നില്ല. ഒന്ന് ആളുടെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ തിരിച്ചു കൊടുക്കുന്ന പോലെയാണ്. ഇതാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ ഗംഗയിൽ പോയി കുളിക്കാൻ പോകുമ്പോൾ ചില ആൾക്കാർ ചെയ്യും, ഗംഗയിൽ വെള്ളം എടുത്തിട്ട് കുറേ പ്രാർത്ഥിച്ചിട്ട് കുറേ മന്ത്രമൊക്കെ ചൊല്ലിയിട്ട് ഗംഗയിൽ തന്നെ ഒഴിക്കും, ഗംഗയിൽ തന്നെ സമർപ്പിക്കും. ആക്ച്വലി എന്താ ചെയ്യുന്നത്? ഗംഗയിൽ വെള്ളം എടുത്തിട്ട് ഗംഗയ്ക്ക് തന്നെ സമർപ്പിക്കും. ഇതേപോലെയാണ് നമ്മളും ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ ഉണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്ന സംഭവങ്ങളും സാധനങ്ങളും എന്താണെങ്കിലും ഇതെല്ലാം അദ്ദേഹം തന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് മനസ്സിലെങ്കിലും നമ്മൾ നേരിട്ട് ഇപ്പോൾ നമ്മൾ കുറേ പൈസ മുമ്പിൽ കൊണ്ടുവയ്ക്കണം ഭഗവാന്റെ എന്നല്ല പറയുന്നത്. മനസ്സിൽ ആ ഒരു ഭാവം വരാനാണ് പറയുന്നത്. ഇത് എൻ്റേതല്ല, ഇത് ഭഗവാന്റേതാണ്, എല്ലാം അദ്ദേഹത്തിൻ്റെതാണ്. അതുകൊണ്ട് ഈ തന്നിട്ടുള്ളതെല്ലാം ഞാൻ അദ്ദേഹത്തിൻ്റെ സേവനങ്ങളിലേക്ക് ഉപയോഗിക്കും എന്നുള്ളൊരു തീരുമാനം എടുക്കുക. അത് വീടാവട്ടെ, എത്ര വലിയ വീട് വേണമെങ്കിലും ആയിക്കോളൂ, കുഴപ്പമില്ല. ആ വീട്ടിൽ നമ്മൾ സത്സംഗം നടത്തൂ, ആ വീട്ടിൽ കീർത്തനം ചൊല്ലൂ, ആ വീട്ടിൽ നാമം ജപിക്കൂ, വീട്ടിലുള്ള എല്ലാവരും ഭക്തി സേവനങ്ങൾ ചെയ്യൂ. എന്താണ് കുഴപ്പം? ഒരു കുഴപ്പമില്ല. ഇടയ്ക്ക് ഭക്തരെയൊക്കെ വിളിക്കുക, അവർക്ക് പ്രസാദം ഉണ്ടാക്കി കൊടുക്കുക, ഇടയ്ക്ക് കീർത്തനം നടത്തുക, എല്ലാവരും കൂടിയിട്ട് ഭജന ചെയ്യുക. ആ വീടിനെ അങ്ങനെ ഉപയോഗിച്ചൂടെ? അപ്പോൾ ആ വീട് ആക്ച്വലി ആ പർപ്പസ് മീറ്റ് ചെയ്യുന്നു. വലിയ വീടായതുകൊണ്ട് പ്രശ്നമില്ല, ഒരുപാട് പൈസ ഉള്ളതുകൊണ്ടും കുഴപ്പമില്ല. വേണ്ട രീതിയിൽ നമ്മൾ അതിനെ ഉപയോഗിക്കണം എന്നുള്ളത് മാത്രമാണ്. നേരെ മറിച്ച് വലിയൊരു 5000 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് പണിതു, അവിടെ നമ്മൾ എൻജോയ് ചെയ്യുകയാണ്, വെറുതെ നമ്മുടെ എൻജോയ്മെൻറ്റ് മാത്രം. ഭഗവാനും ഇല്ല, ആരുമില്ല. ഡെയിലി നമുക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ, ഭഗവാനെ മറന്നുകൊണ്ടുള്ള കാര്യങ്ങൾ. അത് അങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കർമ്മബന്ധനമാണ്. അപ്പോൾ ഏത് സിറ്റുവേഷനിലുള്ള ആളുകൾക്കും ഈ പ്രോസസ്സ് ഫോളോ ചെയ്യാൻ പറ്റും. ഇതാണ്. അപ്പോൾ ഒരുപാട് പൈസയുള്ള ആളാവട്ടെ, ഒന്നുമില്ലാത്ത ആളാവട്ടെ, രണ്ട് കൂട്ടർക്കും എല്ലാം ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ചെയ്യുവാൻ സാധിക്കാത്ത കാര്യമല്ല. നമ്മുടെ ചിന്താഗതി മാറ്റുക എന്നുള്ളതാണ് കാര്യം. അതാണ് ഇവിടെ പറയുന്നത്. എനിക്ക് സമർപ്പിക്കൂ, ഇല്ലെങ്കിൽ എന്താണ്? കർമ്മബന്ധനങ്ങളിൽ നമ്മൾ പെട്ടുപോകും, ഇല്ലെങ്കിൽ കർമ്മബന്ധനങ്ങളിൽ പെട്ടുപോകും എന്നുള്ളതാണ് പറയുന്നത്. അതാണ് ഇതിലെ ഒരു അപകടം ഇരിക്കുന്നത്. ഈ അപകടത്താലാണ് നമ്മളിവിടെ ഇരിക്കുന്നത്, ഇത് അറിയാത്തത് കൊണ്ട്. ഇപ്പോഴെങ്കിലും നമ്മൾ മനസ്സിലാക്കുക. ശ്രീല പ്രഭുപാദിനെ പോലെ ഗുരുജനങ്ങളാണ് നമുക്കിത് പറഞ്ഞു തരുന്നത്. ഭഗവാൻ പറഞ്ഞിട്ടുള്ള കാര്യം, ഭഗവത്ഗീത പറഞ്ഞിട്ട് 5000 വർഷം മുമ്പ് പറഞ്ഞ കാര്യമാണ്. ഇതുവരെ നമുക്ക് മനസ്സിലായിട്ടില്ല, ഇതുവരെ നമ്മുടെ കണ്ണ് തുറന്നിട്ടില്ല. ഇപ്പോഴേലും കണ്ണ് തുറക്കാൻ നമുക്ക് നോക്കാം, എല്ലാവർക്കും വേണ്ടിയിട്ട്. എല്ലാവരും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒരുമിച്ച് കണ്ണ് തുറക്കുക, എന്നിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഭഗവത് ഭാവത്തിൽ ചെയ്യുക. ഞാൻ ഭഗവാന്റെ സേവകനാണ്, അതുകൊണ്ട് ചെയ്യുന്നതെല്ലാം ഞാൻ. ഇപ്പോൾ കുട്ടികളെ നോക്കുന്ന കാര്യമാവട്ടെ, മാതാപിതാക്കളെ നോക്കുന്ന കാര്യമാവട്ടെ, ഇതെല്ലാം കുട്ടികൾ ഭഗവാൻ തന്നിട്ടുള്ളതാണ് എനിക്ക് കുട്ടികളെ. അതുകൊണ്ട് കുട്ടികളെ ശരിക്കും പരിപാലിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ് എന്ന് ആ ഒരു ഭാവത്തിൽ, ഭഗവാന്റെ ഒരു സേവനമാണ് ചെയ്യുന്നത്. ഭഗവാൻ പറഞ്ഞയച്ചിട്ടുള്ള ആളാണ്, അതുകൊണ്ട് അവരെ സേവിക്കേണ്ടത് എനിക്ക് ഉത്തരവാദിത്തമുള്ളത് ഞാൻ ചെയ്യുന്നു. ആ ഒരു ഭാവം കൊണ്ടുവരിക എന്നുള്ളതാണ്.
പറയാൻ എളുപ്പമാണ്, ആക്ച്വലി ചെയ്യുവാൻ എളുപ്പമാണ്, ചിന്താഗതി മാറ്റുക എന്നുള്ളത് മാത്രം. നേരെ മറിച്ച് എൻ്റെ ഞാൻ എന്ന് വരുമ്പോഴാണ് പ്രോബ്ലം വരുന്നത്. അവിടെ നമ്മൾ മെയിൻ ആളെ മറന്നു പോകുന്നു. മെയിൻ ആളെ മറന്നു പോകുന്നു. മെയിൻ ആൾ ഭഗവാനാണ്. അപ്പോൾ ആ ഒരു കോൺഷ്യസ്നെസ്, ആ ഒരു അവബോധത്തെ നമ്മൾ കൊണ്ടുവരാനാണ് ഇങ്ങനെയുള്ള സത്സംഗങ്ങൾ നമ്മൾ സത്സംഗങ്ങളിലൂടെയാണ് ഇത് തിരിച്ചറിയുന്നത്. നമുക്ക് ഓർമ്മ വരുന്ന, ശരിയാണല്ലോ, ഇതൊക്കെ ശരിയാണ്, ഭഗവാനില്ലെങ്കിൽ ഞാനിപ്പോൾ സംസാരിക്കില്ല, ഭഗവാനില്ലെങ്കിൽ ഞാനിപ്പോൾ കേൾക്കില്ല, ഭഗവാനില്ലെങ്കിൽ എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ഭഗവാന്റെ അനുഗ്രഹമില്ലെങ്കിൽ എനിക്ക് കൈ പൊക്കാൻ പറ്റില്ല, നടക്കാൻ പറ്റില്ല. സത്യമാണതെല്ലാം. വായു ഉണ്ടാവില്ല, വെള്ളം ഉണ്ടാവില്ല, എങ്ങനെ ജീവിക്കാൻ സാധിക്കും? പക്ഷേ ചിലപ്പോൾ എന്ത് സംഭവിക്കും, ചിലപ്പോഴല്ല പലപ്പോഴും എപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ദ്രിയ സുഖഭോഗങ്ങളുടെ പുറകിൽ നമ്മൾ ആ ഇന്ദ്രിയ സുഖങ്ങൾ കിട്ടി നമ്മൾ ബാക്കിയെല്ലാം മറന്നു. ഭഗവാനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ആ ഒരു കണക്ഷനെയും നമുക്ക് നഷ്ടപ്പെട്ടു. അപ്പം അതിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു കാര്യമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സത്സംഗങ്ങൾ കേൾക്കുമ്പോൾ, ഭഗവത്ഗീത ഭാഗവതം ചർച്ച ചെയ്യുമ്പോൾ നോക്കൂ, ശ്രീല പ്രഭുപാദി എത്ര ഭംഗിയായിട്ടാണ്, എത്ര വിശദമായിട്ടാണ് ഇത് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നു, നമ്മൾ ചെയ്യുന്നതെല്ലാം കൃഷ്ണാവബോധത്തിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെയ്യണം, ഇല്ലെങ്കിൽ അത് കർമ്മബന്ധനത്തിന് കാരണമാവും. ഭഗവാൻ പറഞ്ഞതിനെ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തു തരുവാണ്. അതാണ്. എന്നാൽ ഇത് ഇവിടെ വേറൊരു പ്രധാനപ്പെട്ട പോയിന്റ് കൂടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു എക്സ്പേർട്ടായിട്ടുള്ള ഒരാളുടെ ഒരു ശിക്ഷണത്തിലായിരിക്കാം ഇത് പഠിക്കുന്നത്, ഇത് ഭഗവാൻ സമർപ്പിക്കുക എന്നുള്ളത്. കാര്യം ഈ ഒരു അവബോധം വരുക എന്ന് പറയുന്നത് എളുപ്പമല്ല. കാര്യം നമ്മുടെ ഉള്ളിൽ നമ്മുടെ സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി ചെയ്ത് നമ്മുടെ ബോധം അതുമായിട്ടും കംപ്ലീറ്റായിട്ട്, അതായത് ആ ഒരു ബോധമേ നമുക്ക് വരുള്ളൂ. ഇപ്പോൾ നമ്മൾ ക്ലാസ്സിലിരിക്കുമ്പോൾ ഇതൊക്കെ ഓർമ്മ വരും, ക്ലാസ് കഴിഞ്ഞാൽ ഇത് മറന്നു. നമ്മൾ നോർമൽ കാര്യങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിൽ ഇത് മറക്കുന്നു. കാര്യം എന്താണ്? കാര്യം നമ്മൾ അത് കംപ്ലീറ്റ്ലി നമ്മൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ചെയ്ത് അത് ഹാബിറ്റായി മാറി അല്ലേ? അതേപോലെയാണ് നമ്മൾ ഭഗവാനെ മറന്ന് ഇന്ദ്രിയ സുഖഭോഗങ്ങളുടെ പുറകിൽ ഓടി നമ്മൾ ആക്ച്വലി അദ്ദേഹത്തെ മറന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അദ്ദേഹത്തെ ഓർമ്മ വരാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ശീലിച്ചിട്ടില്ല. കേൾക്കുമ്പോൾ ഓർമ്മ വരും, അത്രയേ ഉള്ളൂ. പക്ഷേ ശീലമില്ല. ആ ശീലം പോയി, അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻ പോയി. എന്നാൽ ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു, ശരിയാണ്, അത് ശരി, അതുകൊണ്ട് ചെയ്യണം. ഇങ്ങനെ റിപ്പീറ്റഡ്ലി നമുക്ക് കേൾക്കണം. അതുകൊണ്ടാണ് സത്സംഗം റെഗുലറായിട്ട് വേണമെന്ന് പറയുന്നത്. അതുകൊണ്ട് റെഗുലറായിട്ട് ശാസ്ത്രങ്ങൾ പഠിക്കണം എന്ന് പറയുന്നത്, ചർച്ച ചെയ്യണം, ഭക്തരുമായിട്ട് ഒരുമിച്ചിരുന്ന് ഭഗവാനെക്കുറിച്ച് ചർച്ച ചെയ്യണം, ശാസ്ത്രങ്ങൾ ചർച്ച ചെയ്യണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഓർക്കാൻ. കാര്യം നമുക്ക് റിപ്പീറ്റഡായിട്ട് ഓർത്താലേ നമുക്ക് ഓർമ്മ വരുള്ളൂ, ഇല്ലെങ്കിൽ നമ്മൾ മറന്നുപോകും. മറന്നു പോകുമ്പോൾ പഴയ പോലെയാവും പിന്നെ. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം മാത്രം, ഞായറാഴ്ച ആകുമ്പോൾ ക്ലാസ് കേൾക്കുമ്പോൾ ഓർമ്മ വന്നു, അറ്റ്ലീസ്റ്റ് അതന്നെ വരുന്നുണ്ടെങ്കിൽ വലിയ കാര്യമാണ്. ഇനി അതും വരുന്നില്ലെങ്കിൽ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ? അപ്പോൾ ഇതെല്ലാം ശിലപ്രഭുയുടെ ഭാവാർത്ഥത്തിൽ പറയുന്നു. എക്സ്പേർട്ടായിട്ടുള്ള, അതിന് അറിയാവുന്ന, അതായത് കൃഷ്ണാവബോധത്തിൽ നല്ല രീതിയിൽ പരിശീലിക്കുന്ന, അല്ലെങ്കിൽ നല്ലൊരു പൊസിഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നല്ലൊരു ഭക്തൻ്റെ കീഴിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഇതെല്ലാം ഫോളോ ചെയ്യാൻ നോക്കൂ എന്നുള്ളതാണ്. അർജുനൻ എങ്ങനെയാണ്, എവിടെ നിന്നാണ് കിട്ടുന്നത്? കൃഷ്ണൻ നേരിട്ട് പറയുകയാണ്. പരമദിവ്യതമ പുരുഷൻ നേരിട്ട് പറയുന്നു ഇതെല്ലാം. അപ്പോൾ നമ്മുടെ മുമ്പിൽ 2 ഓപ്ഷനാണുള്ളത്. 2 അല്ല, ഇപ്പോൾ അർജുനനോട് പറയുന്നത്, കൃഷ്ണൻ പറയുന്നത് പോലെ ആക്ച്വലി നമ്മളോട് പറയുന്നതാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. പക്ഷേ ഈ അർജുനനോട് കൃഷ്ണൻ പറഞ്ഞത് ഇന്നല്ല, 5000 വർഷം മുമ്പ് പറഞ്ഞതാണ്. ഭഗവത്ഗീത കുറേ കാലങ്ങളായി നമ്മുടെ മുമ്പിൽ ഉണ്ട്, ഭഗവത്ഗീതയുണ്ട്, എല്ലാവർക്കും കേട്ടിട്ടുണ്ടാവും. പക്ഷെ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ വ്യത്യാസം എപ്പോഴാണ് വരുന്നത്? ഒരു നല്ലൊരു ഗുരു ഭഗവാന്റെ പ്രതിനിധിയാണ് ഗുരു. അങ്ങനെയുള്ളൊരു ഗുരുവിൻ്റെ, ഒരു ആചാര്യൻ്റെ കീഴിൽ നമ്മൾ പഠിക്കുക. അതിൻ്റെ എക്സ്പേർട്ടായിരിക്കും ഭക്തിയുടെ കാര്യത്തിൽ. അങ്ങനെയുള്ള എക്സ്പേർട്സിനെ കണ്ടുപിടിച്ച് അവരുടെ കീഴിൽ നമ്മൾ പഠിക്കുക. എങ്ങനെയാണ് ഭക്തിയുടെ സേവനങ്ങൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് എൻ്റെ അവബോധത്തെ മാറ്റേണ്ടത്. അപ്പോൾ നിരന്തരം അവരുടെ കീഴിൽ നമ്മൾ പരിശീലിക്കുമ്പോൾ, എങ്ങനെയാണ് സ്കൂളിലും കോളേജിലൊക്കെ നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ ടീച്ചേഴ്സിൻ്റെ ശിക്ഷണത്തിലാണ് നമ്മൾ പഠിക്കുന്നത്, സബ്ജക്റ്റ് പഠിക്കുന്നത്. അല്ലെങ്കിൽ സബ്ജക്റ്റ് നമുക്കറിയില്ല,
മനസ്സിലാക്കാൻ സാധിക്കില്ല. ഭക്തി എന്ന് പറയുന്നത് ഒരു ഏറ്റവും വലിയ സബ്ജക്റ്റാണ്, ഏറ്റവും വലിയ വിഷയമാണ് ഭക്തി എന്ന് പറയുന്നത്. സയൻസും മറ്റേ എൻജിനീയറിങ്ങും മെഡിസിനും ഒന്നുമല്ല. കാര്യം അതൊക്കെ ഈ ഭൗതിക ലോകത്തിൽ ജീവിക്കുന്ന കാലത്ത് മാത്രമേ അതിനുള്ള പ്രയോജനമുള്ളൂ. നമ്മൾ പഠിക്കുന്ന ഇപ്പോഴത്തെ സബ്ജക്റ്റ് ഭക്തിയുടെ സബ്ജക്റ്റാണ്. അത് താൽക്കാലികമായിട്ടുള്ളൊരു കാര്യമല്ല, ശാശ്വതമായിട്ടുള്ളൊരു അറിവാണ്. ആ ഒരു വിഷയമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയം അത്രയും എക്സ്പേർട്ടായിട്ടുള്ളൊരു ടീച്ചർക്കേ അത് അറിയുന്നുണ്ടാവുക. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ ആളുകളുടെ കീഴിൽ പഠിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഗുരുജനങ്ങളാണ് നമ്മുടെ വഴികാട്ടി, ഭഗവാന്റെ പ്രതിനിധികളാണ് അവർ. അപ്പോൾ അവരുടെ കൂടെ നിന്നുകൊണ്ട് അവരിൽ നിന്ന് നമ്മളിത് പഠിച്ച് ഫോളോ ചെയ്യാൻ നോക്കുക. അതാണ് ഫോളോ ചെയ്ത് പതുക്കെ പതുക്കെ ആ ഒരു ഗൈഡൻസോടുകൂടി നമ്മൾ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പോൾ ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട്, ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടി സംസിദ്ധിർ ഹരിതോഷണം. ഇവിടെ പറയുന്നു വർണ്ണാശ്രമധർമ്മം എന്ന് പറയുന്നത് 4 വർണ്ണങ്ങൾ 4 ആശ്രമങ്ങൾ അല്ലേ? നമ്മൾ ക്ലാസ്സുകളിൽ പലതവണ ചർച്ച ചെയ്തിട്ടുണ്ട്. 4 വർണ്ണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യർ, ശൂദ്രർ. 4 ആശ്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മചാരി, ഗൃഹസ്ഥ, വാനപ്രസ്ഥം, സന്യാസം അല്ലേ? 4 വർണ്ണമാവട്ടെ 4 ആശ്രമമാവട്ടെ, നമ്മൾ ഈ 4 വർണ്ണത്തിലും 4 ആശ്രമത്തിലും ഈ പറയുന്ന 8 കാറ്റഗറിയിലെ ആൾക്കാരെ പല ജോലികൾ ചെയ്യുന്നുണ്ട്. അവർ അവരുടേതായിട്ടുള്ള ഡ്യൂട്ടീസ് ചെയ്യുന്നുണ്ട് അല്ലേ? ആ ഡ്യൂട്ടീസ് എല്ലാം, അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം, അവർ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ആക്ച്വലി എന്തിനാണ് പറയുന്നത്, എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഈ വർണ്ണാശ്രമധർമ്മമൊക്കെ തന്നിട്ടുള്ളത്? ആക്ച്വലി ഭഗവാന്റെ സന്തോഷത്തിന്, ഭഗവാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഭക്തിയുടെ മാർഗത്തിൽ നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം തന്നിട്ടുള്ളത്. അതാ പുംബിർ ദ്വിജ ശ്രേഷ്ഠ വർണ്ണാശ്രമ വിഭാഗശ സ്വാനുശിഷ്ടസ്യ ധർമ്മസ്യ സംസിദ്ധിർ ഹരിതോഷണം. വർണ്ണാശ്രമധർമ്മം എന്തിനു വേണ്ടിയിട്ടാണ്? സംസിദ്ധിർ ഹരിതോഷണം. ഹരി ഭഗവാൻ കൃഷ്ണൻ്റെ തോഷണം, സന്തോഷത്തിന് വേണ്ടി, അദ്ദേഹത്തിന് വേണ്ടി, അദ്ദേഹത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും. അങ്ങനെ ചെയ്യുവാണെങ്കിലാണ് കർമ്മബന്ധനമില്ലാത്തത്. ഭഗവാനെ സമർപ്പിക്കുക എന്ന് ഉദ്ദേശിക്കുന്നതിൻ്റെ അർത്ഥം ഭഗവാന്റെ പ്രീതിക്കായി ചെയ്യുക. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ചീത്ത കാര്യങ്ങളൊന്നും ചെയ്യൂയില്ല, പാപങ്ങൾ നമ്മൾ ചെയ്യാതെയാവും ഓട്ടോമാറ്റിക്കലി. ബിക്കോസ് ഭഗവാനെ സമർപ്പിക്കാൻ സാധിക്കില്ലല്ലോ, ഭഗവാൻ അത് സന്തോഷമാവില്ല പാപം ചെയ്താലേ എന്ന് നമ്മുടെ ഉള്ളിലൊരു ഫീലിംഗ് ഉണ്ട് അല്ലേ? അതുകൊണ്ട് തെറ്റുകൾ ചെയ്യാതിരിക്കും. അങ്ങനെ ഇങ്ങനെ കർമ്മം, നമ്മൾ ഈ ഒരു സെക്ഷൻ കർമ്മയോഗത്തിൻ്റെ ഭാഗത്തിൽ വരുന്നതാണ്. ആക്ച്വലി ഭക്തിയോഗം പോലും, ഭക്തിയോഗം ഭഗവത്ഗീതയുടെ ഭക്തിയോഗം സ്റ്റാർട്ട് ചെയ്യുന്നത് 7ാമത്തെ ചാപ്റ്റർ തൊട്ടാണ്. നമ്മൾ 3ാമത്തെ ചാപ്റ്ററിലെ ശ്ലോകമാണ് പറയുന്നത്. ഇവിടെ ഇത് കർമ്മയോഗത്തിൻ്റെ ഭാഗമാണ്. കർമ്മം ചെയ്യുന്നത് ഭഗവാന് സമർപ്പിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ആ ഉള്ളിൽ ഭാവമൊന്നുമില്ല എന്ന് വെക്കൂ, കുഴപ്പമില്ല. ഓ എനിക്കത് തോന്നുന്നില്ല, ഭാവത്തോട് കൂടിയിട്ടല്ല ഞാൻ ചെയ്യുന്നത്, ശരി, വേണ്ട. ശാസ്ത്രം പറയുന്നത് ഇതാണ്, ഭഗവാൻ പറയുന്നത് ഇതാണ്, ഗുരു പറയുന്നത് ഇതാണ്. മെക്കാനിക്കൽ ആയിക്കോട്ടെ, നമുക്കൊരു ഫീലിങ്സ് ഉണ്ടാവില്ല. ഓക്കെ സമർപ്പിക്കുന്നു, എങ്ങനെ എന്തോ സമർപ്പിക്കുന്നു, എന്തോ ചെയ്യുന്നു, സാരമില്ല, അങ്ങനെ ചെയ്ത് പഠിക്കൂ. അങ്ങനെ ചെയ്ത് 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 എന്ത് സംഭവിക്കുന്നു, നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ സ്വാദ് വരും. ആ മെക്കാനിക്കൽ ആയിട്ടുള്ള പ്രോസസ്സ് മാറി നമുക്ക് ഭഗവാനോട് അടുപ്പം തോന്നും ഓട്ടോമാറ്റിക്കലി. ആ വ്യക്തിയോടൊരു അടുപ്പം, നമുക്ക് എങ്ങനെയാണോ നമ്മുടെ വീട്ടിലുള്ള ആളുകളോട് അടുപ്പം തോന്നുന്നത്, കാര്യം നമ്മൾ ഓരോ ദിവസവും അവരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്ത് ഒരുമിച്ച് താമസിച്ച് ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്ത് അങ്ങനെയാണ് റിലേഷൻസ് വരുന്നത്, അങ്ങനെയാണ് സ്നേഹബന്ധങ്ങൾ വരുന്നത്. ഇതേപോലെ ആദ്യം ഇഷ്ടമൊന്നും ഉണ്ടാവില്ല നമ്മൾ ചെയ്യുന്നത്. നമുക്കൊരു എന്തോ ഒരു പേരിന് ചെയ്യുന്നു, ഓക്കെ പേരിനാണെങ്കിൽ പേരിന് ചെയ്യാം. പേരിന് ചെയ്ത് 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 പതുക്കെ പതുക്കെ ഒരു അറ്റാച്ച്മെൻറ്റ് വരും. അങ്ങനെ ചെയ്താൽ ഈവൻ നമ്മൾ ആ ഒരു ഭാവത്തോട് കൂടിയിട്ടല്ല നമ്മൾ സമർപ്പിക്കുന്നത് ഭഗവാനെ എന്നുണ്ടെങ്കിൽ പോലും ഭഗവാൻ കർമ്മബന്ധനത്തിൽ മുക്തരാക്കുന്നുണ്ട്. ഇതാണ് പ്രത്യേകത. ഓഹോ എത്ര കാരുണ്യവാനാണ് നോക്കൂ. ആ ഭാവത്തോടു കൂടി സമർപ്പിക്കുന്നത് 2ാമത്തെ ഭാഗം. നമ്മൾ സമർപ്പിക്കുന്നു, ഒരു ഡ്യൂട്ടിയാണ്, എൻ്റെ ജോലിയാണ്, ഉത്തരവാദിത്തമാണ്, പരമദേവോത്തമ പുരുഷനാണ് ഇതെല്ലാം എനിക്ക് തരുന്നത്, അതുകൊണ്ട് ഞാൻ തിരിച്ച് അദ്ദേഹത്തിന് സമർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് കൊടുക്കുന്നു, സമർപ്പിക്കുന്നു, കഴിഞ്ഞു. സ്നേഹം നമ്മുടെ ഉള്ളിൽ വന്നിട്ടുണ്ടാവില്ല എന്ന് വെക്കുക. ആ ഒരു പൊസിഷനോടൊരു റെസ്പെക്റ്റ് ഉണ്ട്, ഭഗവാന്റെ പൊസിഷനോട് റെസ്പെക്റ്റ് ഉണ്ട്. പക്ഷെ സ്നേഹം അങ്ങോട്ട് ഉള്ളിൽ തോന്നുന്നില്ല. ഓക്കെ ആ പൊസിഷൻ വലുതായി. എങ്ങനെയാണ് നമ്മൾ കാരണവന്മാരുടെ അടുത്ത്
ചിലപ്പോൾ ചില കാരണന്മാരാവട്ടെ, നമ്മുടെ വീട്ടിലെ ആളുകളാവട്ടെ, ആളുകളല്ല ഉദ്ദേശിക്കുന്നത്, വേറെ പുറമേയുള്ള ഏതെങ്കിലും കാരണവന്മാരെ നമ്മൾ കാണുമ്പോൾ നമുക്ക് അവരോടൊരു ബഹുമാനം ഉണ്ടാവും. കാര്യം ആ ഒരു പ്രായത്തിൻ്റെ ബഹുമാനം, ആ ഒരു പൊസിഷൻ്റെ ബഹുമാനം. അല്ലെങ്കിൽ മന്ത്രിയാവട്ടെ, പ്രധാനമന്ത്രിയാവട്ടെ, അദ്ദേഹത്തിൻ്റെ പൊസിഷനോടൊരു ബഹുമാനം നമുക്കുണ്ടാവും അല്ലേ? അദ്ദേഹമായിട്ട് സ്നേഹബന്ധം ഉണ്ടാവില്ല നമുക്ക്, വേണ്ട. പക്ഷെ ആ പൊസിഷനെ ഒരു റെസ്പെക്റ്റ് ചെയ്യും നമ്മൾ അല്ലേ? പൊസിഷനെ റെസ്പെക്റ്റ് ചെയ്യുന്ന പോലെ ഭഗവാന്റെ ഒരു പൊസിഷനെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, അദ്ദേഹം അങ്ങനെ ഒരു വ്യക്തി പരമദിവ്യത്വ പുരുഷനാണ്, അപ്പോൾ സ്നേഹബന്ധം ഇല്ലെങ്കിൽ ആ പൊസിഷനെ നമ്മൾ മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ ഒരു സുപ്രീമസി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ അദ്ദേഹത്തിന് ചെയ്യുവാണെങ്കിൽ, സ്നേഹവും ഭാവവും ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, അദ്ദേഹം നമ്മുടെ കർമ്മബന്ധനങ്ങളിൽ നിന്ന് മുക്തനാക്കുവാണ്. ഭാവത്തോടു കൂടി സമർപ്പിച്ചില്ലെങ്കിൽ പോലും, ഇവിടെ ഭാവത്തോടു കൂടി സമർപ്പിക്കാൻ പറഞ്ഞിട്ടില്ല ഭഗവാൻ. അത് അടുത്ത സ്റ്റേജിൽ, അത് ഭക്തിയോഗത്തിലാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇവിടെ തുടങ്ങിയിട്ടുള്ളൂ ഭഗവത്ഗീത 3-ാമത്തെ ചാപ്റ്റർ. എനിക്ക് സമർപ്പിക്കൂ എന്ന് പറയാം, എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾ സമർപ്പിക്കൂ. അറ്റ്ലീസ്റ്റ് എൻ്റെ മനസ്സിലാക്കുമോ, യജ്ഞപുരുഷൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ആ യജ്ഞപുരുഷനെ സമർപ്പിച്ചിട്ട് ചെയ്യൂ, കർമ്മബന്ധനത്തിൽ മുക്തരായി. എന്നാൽ ഈ ഒരു കാര്യം നമ്മൾ ചെയ്ത് എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇപ്പം നമ്മൾ പ്രധാനമന്ത്രി നമ്മൾ കാണുന്നു, അദ്ദേഹത്തിന് വേണ്ടി എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നു. അപ്പോൾ ഇനീഷ്യലി നമ്മൾ തമ്മിലൊരു ആ പൊസിഷനോടുള്ളൊരു ബഹുമാനമുണ്ട്, ആദരവുണ്ട്, അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നു. അങ്ങനെ ഡെയിലി നമ്മൾ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് ഡെയിലി നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അങ്ങനൊരു കണക്ഷൻ വരും. ഒരു 10 പ്രാവശ്യം അദ്ദേഹം നമ്മളെ കാണുവാണെങ്കിൽ, നമ്മൾ പോയി അദ്ദേഹത്തിന് വേണ്ടിയിട്ട് എല്ലാ ദിവസവും കാലത്ത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ വീടിന് മുമ്പിൽ ഒരു മാല വെച്ച് കൊടുക്കുന്നു നോക്കിയാൽ, ഒന്നും വേണ്ട. സിമ്പിൾ ഒരു എക്സാമ്പിൾ, ഞാൻ എൻ്റെ ഉള്ളിൽ തോന്നുന്നു, എന്തോ വായിൽ തോന്നുന്നു പറയുന്നു, അത്രേ ഉള്ളൂ, എളുപ്പത്തിന് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്ക് നമുക്ക് പോകാൻ അവസരമുണ്ട്, അല്ലെങ്കിൽ ഏത് വലിയൊരു ആളായിക്കോട്ടെ, ഒരു ഹാരം ഉണ്ടാക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ സെർവൻറ്റിന് കൊണ്ടു കൊടുക്കുന്നു. എല്ലാ ദിവസവും ഡെയിലി നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ ഓരോ ദിവസവും സെർവൻറ്റ് കൊണ്ട് ഇദ്ദേഹത്തിന് കൊണ്ടുപോകും, എന്നിട്ട് പറയും ഒരാൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ എല്ലാ ദിവസവും ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഒരു 10 ദിവസം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അദ്ദേഹം ചോദിക്കും, ഇതാരാണ് ഈ കൊണ്ടുവരുന്നത്, എന്തുകൊണ്ടാണിത് കൊണ്ടുവരുന്നത്, ഈ വ്യക്തി ആരാണ്? അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു തോന്നൽ വരും, ഇതാരാണ് ഇങ്ങനെ ചെയ്യുന്നത്, ഇത്രയും റെഗുലറായിട്ട് ഇങ്ങനെ എന്നോട് ഇത്രയും സ്നേഹമുള്ള ആരാണ്? അപ്പോഴാണ് അദ്ദേഹം ഈ വ്യക്തി ആരാണെന്ന് അറിയാൻ വേണ്ടി ചോദിക്കുക, അല്ലെങ്കിൽ അന്വേഷിച്ച് തുടങ്ങുക. ഇങ്ങനൊരാളുണ്ടോ, അദ്ദേഹത്തെ കാണാൻ പറ്റുമോ? പ്രധാനമന്ത്രി അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെ ചിലപ്പോൾ ഒരു പക്ഷേ അടുത്ത ദിവസം പറയും, ഈ അദ്ദേഹത്തിൻ്റെ സെർവൻറ്റിനോട് പറയും, നാളെ അയാൾ വരുമ്പോൾ മാല വാങ്ങുന്ന കൂട്ടത്തിൽ അവിടെ നിൽക്കാൻ പറയും, എനിക്ക് കാണുന്നുണ്ട് അദ്ദേഹത്തെ. അപ്പോൾ നോക്കൂ, അദ്ദേഹത്തെ വന്ന് നേരിട്ട് കാണുന്നു, അങ്ങനെ റിലേഷൻ അവർ തമ്മില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഈ വ്യക്തിയെ കാണുമ്പോൾ ആ ഒരു ബന്ധം വരുന്നു, അല്ലെങ്കിൽ ആ റിലേഷൻ അവിടെ ബോണ്ടിങ് വരുന്നു അല്ലേ? ഇതേപോലെയാണ്. അപ്പോൾ ഇനീഷ്യലി ആ പോസ്റ്റിനെ ബഹുമാനിച്ചിട്ടായിരിക്കും ചെയ്യുന്നത്, പക്ഷേ പതുക്കെ ആ റിലേഷൻഷിപ്പ് മാറും. അങ്ങനെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ അവസാനം ഈ വ്യക്തിയുടെ ആ ഒരു എന്താ പറയുക സ്വഭാവം, നല്ല സ്വഭാവം, അല്ലെങ്കിൽ ആ ഒരു സർവീസ് ആറ്റിറ്റ്യൂഡും കാണുമ്പോൾ പ്രധാനമന്ത്രി പറയും, ശരി എന്ന് നാളെ മുതൽ നീ എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിക്കോളൂ എന്ന് പറഞ്ഞാൽ ഒരു പോസ്റ്റ് കൊടുത്താൽ എന്ത് ചെയ്യും? കൊടുത്തു വിടായികയില്ല അല്ലേ? ആ ഒരു അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഒരു സേവന മനോഭാവത്തെ കണ്ട് ഒരു ജോലി കൊടുക്കുന്നു, നല്ലൊരു ജോലി കൊടുക്കുന്നു. ഇതേപോലെ കാര്യം ആ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആയതുകൊണ്ടാണ്, പതുക്കെ സ്ട്രോങ് ആവുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അതേപോലെ നമ്മളിപ്പോൾ ചെയ്യുന്നത് ആ ഭഗവാന്റെ സ്ഥാനത്തെ നമ്മൾ ബഹുമാനിച്ചുകൊണ്ട് നമ്മൾ കൊടുത്തോട്ടെ, ആ ഒരു ഭാവത്തിലാവട്ടെ, നോ പ്രോബ്ലം. പതുക്കെ അത് സ്നേഹത്തിലേക്ക് വരും. അങ്ങനെ സ്നേഹവും കൂടെ അതിൽ വരുമ്പോൾ അത് ഭക്തിയായി മാറും, ശുദ്ധ ഭക്തിയായി മാറുന്നു. ഇപ്പോൾ നമ്മൾ പറയുന്നത് കർമ്മയോഗമാണ്, ഭഗവാനുമായിട്ട് എങ്ങനെയെങ്കിലും കണക്ട് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഭക്തിയായി മാറുന്നു. പിന്നെ ഈ ഭാവമൊക്കെ മാറും. പിന്നെ നമ്മൾ എന്തെങ്കിലും സമർപ്പിക്കുന്നുണ്ടെങ്കിൽ, പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയ പ്രയച്ഛതി തദ് അഹം ഭക്തി ഉപഹൃതം അശനാമി പ്രയതാത്മന. അവിടെ ഭഗവാൻ 2 പ്രാവശ്യം ഭക്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. ആരാണോ എനിക്ക് ഭക്തിയോടുകൂടി സമർപ്പിക്കുന്നത് അത് ഞാൻ സ്വീകരിക്കുമെന്ന്. അപ്പോൾ ഭക്തിയോടുകൂടി സ്നേഹത്തോടുകൂടി സമർപ്പിച്ചു കഴിഞ്ഞാൽ കർമ്മബന്ധനം നമ്മൾ വെറുതെ കൊടുത്താലും കർമ്മബന്ധനം പോയി. എന്നാൽ സ്നേഹത്തോടു കൂടി കൊടുത്താൽ എന്താണ് കിട്ടുന്നത്?
ഭക്തിയിൽ മുന്നോട്ട് പോകാനുള്ള കൃപയും കൂടെ കിട്ടുന്നു. അതായത് ശുദ്ധഭക്തരാക്കാൻ വേണ്ടിയിട്ടുള്ള ശുദ്ധഭക്തിയിലേക്കുള്ള ആ ഒരു ബീജം അല്ലെങ്കിൽ വേണ്ടതായിട്ടുള്ള എല്ലാം ഭഗവാൻ തരുന്നു നമുക്ക്. അപ്പോൾ പതിയെ നമ്മൾ ശുദ്ധഭക്തിയിലേക്ക് നമ്മൾ ഉയരും. അതാണ് സംഭവിക്കുന്നത്. സോ ഗ്രാജുവലി നമ്മളെല്ലാവരെയും ആ ഭഗവാനോടുള്ള സ്നേഹം, പ്രേമപൂരിതമായിട്ടുള്ള ഭക്തിയുത സേവനങ്ങൾ ചെയ്യുവാൻ പ്രാപ്തരാക്കുകയാണ് ചെയ്യുന്നത്. തുടക്കത്തിൽ അതൊരു മെക്കാനിക്കലായിട്ടുള്ള ഒരു കാര്യമാണെങ്കിലും. സോ അതാണ് ബെനിഫിറ്റ്. സോ ഇതൊക്കെയാണ് ഈ ശ്ലോകം പറയുന്നത്. ഹരേ കൃഷ്ണ. അപ്പോൾ ഈ ഒരു ശ്ലോകം മനോഹരമായിട്ടുള്ള ശ്ലോകമാണ്. യജ്ഞാർത്ഥാർ കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധന തദർത്ഥം കർമ്മ കൗന്ദേയ മുക്തസംഗ സമാചര. താങ്ക് യു. ഹരേ കൃഷ്ണ. ബാക്കിയുള്ള ചർച്ച നമ്മൾ അടുത്ത സെഷനിൽ ചെയ്യാം, ഭഗവാൻ അനുഗ്രഹിച്ചാൽ. താങ്ക് യു. എല്ലാവരോടും നന്ദി പറയുന്നു. ശ്രീ ഭഗവത്ഗീത കി ജയ്, ശ്രീമദ് ഭാഗവതം കി ജയ്, श्रीला प्रभुपाद की जय, गौर भक्त वृंद की जय, गौड़ीय गुरु वृंद की जय, निताय गौर प्रेमानंद. थैंक यू. हरे कृष्ण. हरे कृष्ण. थैंक यू प्रभु जी. हरे कृष्ण प्रभु जी. हरे कृष्ण. थैंक यू प्रभु जी. प्रणाम प्रभु जी. थैंक यू प्रणाम प्रभु जी. हरे कृष्ण प्रभु जी. थैंक यू प्रभु जी. हरे कृष्ण. प्रणामम. हरे कृष्ण प्रभु जी. हरे कृष्ण. थैंक यू प्रभु. हरि बोल. हरे कृष्ण.